ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷ വൈബ്സ്. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള റെസ്റ്റോറന്റ് സ്റ്റൈൽ മുട്ട ചേർത്ത ചിക്കൻ ഫ്രൈഡ് റൈസ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ഫ്രൈഡ് റൈസിന് ആവശ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കാഷ്യൂനട്ട്, കിസ്മിസ്, മുട്ട, പിന്നെ ചിക്കൻ, പിന്നെ കുറച്ച് വെജിറ്റബിൾ, ക്യാരറ്റ്, ബീൻസ്, ഗ്രീൻ പീസ്, സ്പ്രിംഗ് ഓണിയൻ, ക്യാപ്സിക്കം, പിന്നെ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ആയിട്ട് വേണ്ട, ഒരു ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുത്താൽ മതി. പിന്നെ നേരത്തെ ഞാൻ മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് പെപ്പർ പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് പൂരി ഉണ്ടാക്കിയ എണ്ണ കേട്ടോ, അതാണ് ഈ കളറെ. അങ്ങനെ ഡീപ്പ് ഫ്രൈ ആക്കരുത്, ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുത്താൽ മതി. ഇത് ബോൺലെസ് ചിക്കൻ ആണ്. നമുക്ക് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കാൻ നല്ലത് ബോൺലെസ് ചിക്കൻ ആണ്. ബോൺലെസ് ചിക്കൻ വാങ്ങുന്നതാണ് നല്ലത്, അതാണ് ടേസ്റ്റും കൂടുതൽ. അങ്ങനെ എല്ലാം ഞാൻ ഈ എണ്ണയിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ഫ്രൈ ആയി വരുന്നുണ്ട്. പിന്നെ ഉള്ളിൽ വേവണം കേട്ടോ, ഡീപ്പ് ഫ്രൈ ആക്കരുത്, പക്ഷെ ഉള്ളിൽ നല്ല വെന്ത് വരണം. അങ്ങനെ വേണം ചെയ്തെടുക്കാൻ. അങ്ങനെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. പിന്നെ ഈ ബോൺലെസ് ചിക്കനൊക്കെ വേഗം വെന്ത് കിട്ടുന്നതാണ്, പ്രശ്നമൊന്നുമില്ല, വേഗം ആവും. അങ്ങനെ അതാവുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. ഞാൻ ദാവത്തിന്റെ ബാസ്മതി റൈസ് ആണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് ബിരിയാണി ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് ആണ്. ഈ അരി തന്നെ നല്ല ബിരിയാണീന്റെ മണമാണ്. ദം ചെയ്യുന്ന ബിരിയാണിക്കൊക്കെ ഇതാണ് ഏറ്റവും ബെസ്റ്റ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും ബിരിയാണി. അതിനായിട്ട് ഞാൻ 3.5 ഗ്ലാസ് റൈസ് എടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ചു നേരം കുതിരാൻ വെക്കാം. കുതിർന്നാൽ മാത്രമേ ചോറൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇച്ചിരി നേരം അവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് ഇതങ്ങ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ടേക്ക് എടുത്തു മാറ്റാം. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ നമ്മൾ ഈ എപ്പോഴും ദം ബിരിയാണിയല്ലേ ഉണ്ടാക്കുന്നത്, ചിക്കനൊക്കെ ഒന്നിച്ചിട്ടിട്ട് ദം ബിരിയാണിയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊന്ന് നമുക്ക് നോക്കാലോ, ഇടയ്ക്ക് ഇങ്ങനെയും നമ്മൾ ഉണ്ടാക്കി നോക്കാലോ. വെറൈറ്റീസ് ആർക്കാ ഇഷ്ടമല്ലാത്തത്? അപ്പോൾ വെറൈറ്റീസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി പഠിക്കണം അല്ലേ. അങ്ങനെ ചിക്കൻ എല്ലാം ഫ്രൈ ആയി റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാം ഞാൻ വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് റൈസിന്റെ പരിപാടി നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലോട്ടേക്ക് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ എല്ലാ സ്പൈസസും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മെഷർമെന്റ് ഒന്നും ഇല്ല കേട്ടോ, വെള്ളം ഒരളവിന് എടുത്താൽ മതി. അപ്പൊ തിളച്ചതിന് ശേഷം മാത്രം അരി ഇട്ട് കൊടുക്കുക. വെള്ളം നല്ല പോലെ തിളച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ കുതിർക്കാൻ വെച്ച അരിയൊക്കെ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അരി ഇങ്ങനെ പൊട്ടിപ്പോകാതെ നോക്കണം കേട്ടോ. ബാസ്മതി റൈസ് ഒക്കെ അങ്ങനെയാണല്ലോ, എന്നാൽ മാത്രമേ ബിരിയാണി ഒരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. അങ്ങനെ അത് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 80% നമുക്ക് വെന്ത് കിട്ടിയാൽ മതിയാവും. സ്പൈസസ് ഒക്കെ ചേർക്കുന്നതുകൊണ്ട് അതിന്റെ ഒരു മണം കൂടി ഇതിന് കിട്ടുവേ. അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. വെള്ളം വാർത്ത് കളയണം. എന്നിട്ട് റൈസ് മാത്രം എടുത്ത് വെക്കുക. ഇനി അടുത്ത പരിപാടി നമുക്ക് ആ വെജിറ്റബിൾ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെക്കാം. അതിനായിട്ട് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലോ ബട്ടറോ നെയ്യോ എന്താ വേണ്ടിച്ചാൽ നിങ്ങൾക്ക് ഒഴിക്കാം. പിന്നെ എപ്പോഴും പോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ഞാൻ വറുത്ത് കോരി എടുക്കുന്നുണ്ട്. കരിഞ്ഞു പോകരുത്, ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഒരു 3 വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് ഫ്രൈ ചെയ്യാം. ഇത് നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തില്ലേ, ആ എണ്ണയാണ്. അതിലോട്ടേക്ക് തന്നെ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മണവും അതിൻ്റെ ഒരു ഫ്ലേവറും റൈസിന് കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഈ എണ്ണ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ ഉള്ളിയും കൂടി ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ ഉള്ളി, ഇതാണല്ലോ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതും കൂടി ഫ്രൈ ചെയ്ത് എടുത്തു വെക്കാം. ഇനി ഇതേ എണ്ണയിൽ തന്നെ നമ്മൾ എല്ലാം ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി അതിലോട്ടേക്ക് തന്നെ ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോപ്പ് ചെയ്ത വെളുത്തുള്ളി, ഒരു 12-15 വെളുത്തുള്ളി ചോപ്പ് ചെയ്തതാണ് ഇത്. അപ്പോൾ അതും കൂടി ഈ എണ്ണയിലോട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുക. ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അധികം അങ്ങ് ഫ്രൈ ചെയ്ത് അങ്ങ് കരിച്ച് കളയരുത്, ഒന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ അതും സെറ്റായി വരുന്നുണ്ട്.
അടുത്തത് നമുക്ക് വെജിറ്റബിൾസ് ഇതിലിട്ട് കൊടുക്കാം. ക്യാരറ്റും ബീൻസ് ആണ്. പിന്നെ 1 by 1 ആയിട്ട് ഓരോന്ന് ഇടാം നമ്മൾക്ക്. അപ്പൊ ആദ്യം ഞാൻ ക്യാരറ്റും ബീൻസ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കുക. ഒരു ഹാഫ് വെന്താൽ മതി. ഇനി അടുത്തത് ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് പിന്നെ വെജിറ്റബിൾ വേണമെങ്കിലും ഇടാം. ഇപ്പോൾ പൊട്ടാറ്റോ ഇടാം, കോളിഫ്ലവർ, അങ്ങനെ പിന്നെ വെജിറ്റബിൾസ് ഇടാം. ഇത് ക്യാപ്സിക്കം ആണ്. ഒരു ക്യാപ്സിക്കമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നമ്മൾക്ക് അത്ര ഇഷ്ടമല്ല ക്യാപ്സിക്കം, അതുകൊണ്ട് ഞാൻ ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ. അതും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീനും റെഡും എല്ലാം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം കുഴപ്പമില്ല. പിന്നെ ഒരു 4 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പിന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ ഉപ്പ്, കുരുമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. മുട്ടയൊക്കെ ഒന്ന് ഫ്രൈ ആവണമല്ലോ, ഇല്ലെങ്കിൽ മുട്ടയുടെ വെള്ളയും മഞ്ഞയൊക്കെ അതുപോലെ ഇരിക്കും. അതുകൊണ്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും, എന്നാലും അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളുടെ ഈ ചെറിയ വീഡിയോസൊക്കെ ഉപകാരപ്പെടുമല്ലോ. അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി സ്പ്രിംഗ് ഓണിയനും കൂടി ഇതിൽ വിതറി കൊടുക്കാം. പിന്നെ മല്ലിയില, പുതിന ഇല ഒക്കെ ഇടാം കേട്ടോ. ഞാൻ മല്ലിയില മാത്രമേ ഇടുന്നുള്ളൂ, പുതിന ഇല ഇടുന്നില്ല. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ എല്ലാം കൂടി മിക്സ് ചെയ്യണം. മുട്ട, വെജിറ്റബിൾ എല്ലാം ഉണ്ടല്ലോ. അപ്പൊ എല്ലാം കൂടി ഇതിൽ ഈ റൈസിലോട്ടേക്ക് ഒന്ന് സെറ്റ് ആകണം. അതുകൊണ്ട് ഞാൻ നല്ല പോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. റൈസ് ഒന്നും പൊട്ടാൻ പാടില്ല. റൈസ് എല്ലാം പൊട്ടിപ്പോയി അതിൻ്റെ ഒരു ടേസ്റ്റ് പോവേ, അതിൻ്റെ ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല നമ്മൾക്ക്. പിന്നെ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു മണം കൂടി വരും. പിന്നെ സോയാ സോസ്, പിന്നെ ചില്ലി സോസ്, സോയാ സോസ് അതൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ചില്ലി സോസാണ്. ചില്ലി സോസും കൂടി ഒരുപാടൊന്നും ഒഴിക്കരുത്. സോയാ സോസൊക്കെ ഒത്തിരി ഒഴിക്കുമ്പോൾ ഭയങ്കര പുളിയായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ, ഓപ്ഷണലാണ്. അപ്പോൾ ഇതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. റൈസ് കണ്ടില്ലേ, നല്ല എന്താ പറയുക, സേമിയ പോലെ ഇല്ലേ, സേമിയ ഉപ്മാവിൻ്റെ പോലെ ഇരിക്കുന്നു. നീളത്തിൽ ഒന്നും പൊട്ടിപ്പോകാത്ത വിധത്തിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില അല്ലെങ്കിൽ പുതിന ഇല എന്താ വേണ്ടിച്ചാൽ ഇടാം, പക്ഷെ ഞാൻ മല്ലിയില ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഫ്രൈ ചെയ്ത ചിക്കനും കൂടി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്റെ എണ്ണയൊന്നും കളയരുത്. എന്താ വെച്ചാല് ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയല്ലേ, അപ്പൊ അത് ചോറിലൊക്കെ ഇങ്ങനെ ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പൊ ഇനി വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. നോക്കിയിട്ട് വേണം മിക്സ് ചെയ്യാൻ, റൈസ് ഒന്നും പൊട്ടിപ്പോകരുത് കേട്ടോ. അപ്പൊ നല്ല പോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. പതുക്കെ മിക്സ് ചെയ്യാം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം കൂടി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നല്ല ഒരു ഫ്രൈഡ് റൈസ് ആണ്. ചിക്കനും എഗ്ഗും പിന്നെ ഈ വറുത്ത ഉള്ളി, കാഷ്യൂനട്ട് ഒക്കെ എല്ലാം ചേർക്കുമ്പോൾ എല്ലാം കൂടി ഒന്ന് കഴിക്കുമ്പോൾ നല്ലൊരു രുചിയല്ലേ, നല്ല മണം കൂടി വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ നല്ല ഒരു റെസിപ്പിയാണ്, നല്ല ഒരു ചിക്കൻ എഗ് ഫ്രൈഡ് റൈസ് ആണ്. സോയാ സോസ്, ചില്ലി സോസ് എല്ലാം ചേർത്തതല്ലേ, അപ്പൊ എല്ലാ ഭാഗത്തും നമ്മളെ എന്തായാലും ഒന്ന് സെറ്റായി വരുള്ളൂ. ഇച്ചിരി വെള്ളം ഞാൻ തെളിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ അടച്ചു വെച്ച് ഇച്ചിരിയും കൂടി വേവിക്കാനുണ്ടല്ലോ, അപ്പൊ അതിനു വേണ്ടിയാണ് കുറച്ച് ഞാൻ വെള്ളം ചേർത്ത് ഒന്ന് തെളിച്ചു കൊടുത്തത്. ഇല്ലെങ്കിൽ അടിയിൽ അങ്ങനെ പിടിച്ചെങ്കിലോ അതിന് ജസ്റ്റ് ഒന്ന് തെളിച്ചു കൊടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു 5 മിനിറ്റ് ഞാൻ ദം ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മള് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല മണമുണ്ട്. തുറക്കുമ്പോൾ തന്നെ നല്ല മണം. വീട്ടിലുള്ള സാധാരണ ചേരുവകൾ കൊണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉള്ള ഫ്രൈഡ് റൈസ് ആണിത്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതിലൊരു ടിപ്പ് എന്താ വെച്ചാൽ, ഫ്രൈഡ് റൈസ് ചെയ്യുമ്പോൾ എപ്പോഴും തണുത്ത റൈസ് ഉപയോഗിച്ചാൽ റൈസ് പൊട്ടാതെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും.
അങ്ങനെ റൈസ് ഒന്നും പൊട്ടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള എളുപ്പവും രുചികരമായ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ഇടുക. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണാം. ബൈ.